പുല്ലൂരിലും മങ്കടയിലും സംഭവിച്ചത് രണ്ട് രീതിയിലാണെങ്കിലും കാര്യം ഏകദേശം ഒന്ന് തന്നെയാണ്. അസിത ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മങ്കട ഉൾപ്പെടെയുള്ള കാര്യം പറയുമ്പോൾ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം CPM-ൽ LDF-ൽ പതിവില്ലാത്ത ചില കാഴ്ചകൾ കൂടി കാണുന്നുണ്ട്. മങ്കട ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെയാണ് വി അബ്ദുറഹ്മാന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം അവിടെയും സ്ഥാനാർത്ഥിയെ മാറ്റുന്ന നില നമ്മൾ കണ്ടു. സാധാരണ നിലയിൽ സംഭവിക്കാത്തതാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ. പക്ഷേ ഇവിടെ ഈ വിജയം മാത്രം എന്നുള്ളൊരു ലക്ഷ്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ അത് ഈ പറയുന്ന നിലയിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, പ്രചാരണം തുടങ്ങുന്നു, മറ്റൊരാൾ ഒരിടത്തു നിന്ന് വരുമ്പോൾ അത് മാറ്റി പ്ലേസ് ചെയ്യുന്നതൊക്കെ സ്വാഭാവികമായും അതിന്റെ പ്രശ്നവുമുണ്ട്. നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന വോട്ടർമാർക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പുനലൂരിലേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗിൽ പൊതുവിൽ ഇത്തവണ മുൻപ് കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള ചില പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ 2 വനിതകളുണ്ട് എന്നതുൾപ്പെടെയുള്ള വലിയ ആ നിലയിലൊരു പ്രചാരണം നടന്നിരുന്നു. പക്ഷേ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന ആ 2 സീറ്റും ഒരു നിലയിലും ജയസാധ്യതയുണ്ട് എന്ന നിലവിൽ നമുക്ക് തോന്നാത്ത സീറ്റുകളാണ്. LDF-ന്റെ ഉറച്ച കോട്ടകൾ കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആദ്യം രംഗത്ത് വരുന്നത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ്. പിന്നീട് നൂർബിന റഷീദ് രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുകയാണ്. സാധാരണ നിലയിൽ പാണക്കാട് കുടുംബത്തിൽ നിന്നും ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ അതിനെതിരെ ആരും രംഗത്ത് വരാറില്ല എന്നൊരു പൊതു പ്രതീതി ലീഗിലുണ്ട്. പക്ഷേ ഇത്തവണ അത് പൂർണ്ണമായും തെറ്റുന്നു. ലീഗിലും അത്തരം അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണെന്ന് തോന്നുന്നുണ്ട്. ഇതില് നമ്മൾ ഈ പുനലൂരിലേക്ക് ചെന്നാൽ, പുനലൂരിലെ കാര്യം പറഞ്ഞാൽ പുനലൂർ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ സീറ്റ് ആയിരുന്നില്ല. കോൺഗ്രസ് കാലാകാലങ്ങളായി മത്സരിച്ച് അവിടെ PK ശ്രീനിവാസനെ പോലുള്ള നേതാവ്, PS സുബാൽ, ജയചിത്ര, ഇവരൊക്കെ ഒരു ഇടയ്ക്ക് പുനലൂർ മധു ജയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഒരു തവണ അതെ. അപ്പോൾ ഇങ്ങനെ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് അവിടെ നിരന്തരം മത്സരിച്ചിരുന്നത്. ഈ പുനലൂർ അവിടെ മുസ്ലിം ലീഗിന് കൊടുക്കാൻ കാരണം കൊല്ലം ജില്ലയിൽ, അതായത് ഇവിടെ എറണാകുളത്ത് കളമശ്ശേരി കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന തെക്കൻ കേരളത്തിലെ ഒരു മണ്ഡലം ഇരവിപുരമായിരുന്നു. കൊല്ലത്ത് ഇരവിപുരം. അത് വർഷങ്ങളായി ഇവിടെ യൂനുസ് കുഞ്ഞ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവാണ് നിരന്തരം മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നത്. അദ്ദേഹം പിന്നീട് മലപ്പുറത്ത് പോയി വിജയിച്ച് നിയമസഭയിലെത്തിയ ചരിത്രവുമുണ്ട്. ഏതായാലും ആ മണ്ഡലം അത് RSP UDF-ന്റെ ഭാഗമായപ്പോൾ RSPക്ക് ആ സീറ്റ് കൊടുത്തു. അപ്പോൾ ലീഗിന് തെക്കൻ കേരളത്തിൽ പിന്നീട് ഒരു സീറ്റ് ഇല്ലാതായി കളമശ്ശേരി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പുനലൂർ മണ്ഡലം ലീഗിന് കൊടുക്കാൻ തീരുമാനിച്ചതും. പുനലൂർ അങ്ങനെ കഴിഞ്ഞ തവണ അബ്ദുറഹ്മാൻ രണ്ടത്താണി വന്നു, പരാജയപ്പെട്ടു. ഇത്തവണ യൂനുസ് കുഞ്ഞിൻ്റെ മകൻ നൌഷാദ് യൂനുസിനെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനെതിരാണ് കോൺഗ്രസ്. അതായത് അവിടെ കാര്യമായ വേരോട്ടമില്ല. ഇതിനിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, CPI-ന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം സുജാ ചന്ദ്രബാബു മുസ്ലിം ലീഗിൽ ചേരുകയും ചെയ്തിരുന്നു. അത് ഈ സീറ്റ് ലക്ഷ്യമിട്ടാണ് എന്നൊക്കെയുള്ള ആരോപണം അന്നുണ്ടായിരുന്നു. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് പ്രവർത്തകർക്ക്, കാരണം ലീഗിന് അവിടെ കാര്യമായ വേരോട്ടം ഇല്ലാത്തതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നേരത്തെ പറഞ്ഞ മുന്നണി മര്യാദ അവിടെയുള്ള പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അവിടെ ലീഗിന് കാര്യമായി ഒരു വേരോട്ടവും ഇല്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പുനലൂരിൽ സാധ്യതയില്ല, ഒരു ലീഗിന് ആളില്ല അവിടെ. ലീഗിന് എന്ന് പറഞ്ഞാൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ടുകൾക്കല്ല രണ്ടത്താൻ തോറ്റത്. 14,000 വോട്ടുകൾ താഴെ അല്ലേ? അപ്പോൾ SK അപ്പോൾ കോൺഗ്രസ് പറയുന്നത് അവരവിടെ നല്ല ഉദ്ദേശം പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവിടെ കോൺഗ്രസ് അത്യാവശ്യം സ്വാധീനമുണ്ട്. ഇവിടെ കോൺഗ്രസ് തന്നാൽ ഞങ്ങൾ ജയിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് സെബാസ്റ്റ്യൻ ഈ പറഞ്ഞ സ്ഥാനാർത്ഥി നിർത്തുന്നതും പ്രശ്നം ഉണ്ടാകുന്നതും. കൂടുതൽ ഇടപെടൽ ഉണ്ടാകുന്നു, അവിടെ പരിഹാരം ഉണ്ടാകുന്നു. അവിടെ ഈ പറയുന്ന എന്താണ് രണ്ടാമത് മത്സരിക്കുന്ന ആൾ നിൽക്കുന്നത് കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയായിട്ടല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം രീതിയിൽ നിൽക്കുന്നു. അത് ഏത് രീതിയിൽ ജയപരാജയങ്ങളെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. മങ്കടയിൽ 140 മണ്ഡലങ്ങളിൽ നമ്മൾ അന്നിവിടെ വലിയ ചർച്ച ചെയ്തതാണ്. യഥാർത്ഥത്തിൽ 140 ആദ്യ സ്ഥാനത്ത് പ്രഖ്യാപിച്ച യഥാർത്ഥത്തിൽ UDF ആണ്. മങ്കടയിൽ അലവിയാണോ ഈ പറയുന്ന മറ്റേ ആളാണോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. നേരത്തെ അസ്ത പറഞ്ഞ പോലെ CPM-ന്റെ ചരിത്രത്തിൽ അങ്ങനെ അലവി അവിടുത്തെ വലിയ പാർട്ടിക്കാരനാണ്, എനിക്ക് ഏരിയ നേതാവാണ് എന്ന് തോന്നുന്നു. അദ്ദേഹത്തെ മാറ്റാനുള്ള ആലോചന നടക്കുന്നു. അതിലൊരു രാഷ്ട്രീയ മര്യാദയുടെ ലംഘനമായിട്ട് പ്രശ്നം. 5 വർഷം മന്ത്രിയായിരുന്ന ഒരു മന്ത്രിക്ക് അബ്ദുറഹ്മാന് അദ്ദേഹം മത്സരിച്ച മണ്ഡലത്തിൽ ഞാൻ ഇനി മത്സരിക്കാൻ ഇല്ലെന്ന് ഭയം ഉണ്ടാവേണ്ട കാര്യം എന്താ? ഞാൻ പറഞ്ഞു ശരി, 900 നമ്മൾ താനൂർ ബോട്ട അവിടെ പോയതാണ്. അബ്ദുറഹ്മാനുള്ള സ്വാധീനം ഞാൻ നേർക്കുനേർ കണ്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തിനാണ് മത്സരിക്കാൻ പേടി എന്നാലും മനസ്സിലാവുന്നില്ല. അത് സംഭവിക്കുന്നു. നമ്മൾ ഇങ്ങോട്ട് ഈ ചർച്ചയിലോട് വരുന്ന തൊട്ട് മുമ്പ് ഒരു അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ എന്ന് പറയുന്ന ഒരാൾ വർക്കലയിൽ അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗമാണ്. CPM-ൽ മത്സരിച്ച് ബ്ലോക്ക് പ്രസിഡന്റും ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്. അവിടുന്ന് രാജിവെച്ച് BJP-യിൽ ചേർന്ന് വർക്കലയിൽ BJP സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അലമ്പുകൾ തുടരുന്നുണ്ട്. രണ്ടുപേര് പോയി. ചടയമംഗലം സ്ഥാനാർത്ഥിയാകുന്നു. അതുപോലെ ചിറയൻകീഴിൽ കഴിഞ്ഞ തവണ മത്സരിച്ച അനൂപ് അവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും കൂടുതൽ ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ മുന്നണിയിലും ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലീഗിലൊക്കെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ഒരു അഭിപ്രായ ഭിന്നത ഉയർന്നു വരാറേയില്ല. ഒറ്റ കാര്യം കൂടി, മങ്കടയിലെ കാര്യം പറഞ്ഞാൽ ഈ മലപ്പുറത്ത് CPI സ്വതന്ത്രരെ പരീക്ഷിക്കുന്നതിനുള്ള ഒരു തുടക്കമിട്ട സ്ഥലമാണ് ഈ മങ്കട. 2001 മഞ്ഞളാംകുഴി അലിയെ
ആ മങ്കടയിൽ സ്വതന്ത്രനായിട്ട് നിർത്തി അത് LDF പക്ഷത്തേക്ക് കൊണ്ടുവന്ന് ആ പരീക്ഷണം നടത്തിയതുണ്ട്. ഈ കുന്നത്ത് മുഹമ്മദ് എന്ന് പറയുന്ന ചില്ലറക്കാരനല്ല. അതുകൊണ്ടാണ് CPIM അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിക്കുന്നത്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണെന്ന് മാത്രമല്ല, ഇപ്പോൾ കെട്ടിവെക്കാൻ പണം നൽകിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരനായ സമസ്തയുടെ ഭാരവാഹിയായിട്ടുള്ള, സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആലിക്കുട്ടി മുസ്ലിയാരാണ്. അപ്പോൾ അത്രയും അടുത്ത ഈ മുസ്ലിം തറവാട് ലീഗുമായി വളരെ അതിന്റെ കൂട്ടത്തിൽ കാരാട്ട് റസാഖ് പാർട്ടി വിട്ട കാര്യം കൂടി പറയണം. SK ഈ പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലേക്ക് CPMന്റെ ഈ പറഞ്ഞ പരീക്ഷണങ്ങളുടെ പാതയിൽപ്പെട്ട ആളാണ്. അത് മന്ത്രി V അബ്ദുറഹ്മാനാണ്, അത് അൻവറാണ്, അത് KT ജലീലാണ്, PT റഹീമാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു കാരാട്ട് റസാഖ്. റസാഖ് നേരത്തെ CPM പ്രശ്നമായിരുന്നു. ഇപ്പൊ വീണ്ടും ബാക്കി തറവാടിലേക്ക് വെക്കുക. റസാഖ് ഇപ്പം അല്പസം മുമ്പ് പറഞ്ഞത് MK മുനീറും കൂടി ഇടപെട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയി. പോയതിനൊരു കാരണം പറഞ്ഞിട്ടുണ്ട്. LDF അണച്ചു നിർത്താൻ അറിയില്ല.